അഡ്വക്കേറ്റ് ഷാജഹാൻ, ഇന്നത്തെ പത്രങ്ങളിൽ വന്ന ചില തലക്കെട്ടുകൾ ഞാൻ വായിക്കാം. കൊട്ടേഷൻ സംഘങ്ങളെ തള്ളി വീണ്ടും കണ്ണൂർ CPM. പി ജയരാജനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ജില്ലാ സെക്രട്ടേറിയറ്റ്. പി ജയരാജനോട് ഇനി കമാന്നൊരക്ഷരം ഈ വിഷയത്തിൽ മിണ്ടരുത് എന്ന് പറഞ്ഞിരിക്കുക. രണ്ടാമത്തേത്, അതായത് മുഖ്യമന്ത്രിക്ക് AIYF-ൻ്റെ വിമർശനം, രക്ഷാപ്രവർത്തനം തിരിച്ചടിയായി, അങ്ങനെ ഒരു പരാമർശം നടത്തിയല്ലോ. മറ്റേ ഹെൽമെറ്റ് എടുത്തടിച്ചപ്പോൾ അത് രക്ഷാപ്രവർത്തനമായിട്ടാണല്ലോ പിണറായി കണ്ടത്. ആ പരാമർശം അത് തെറ്റായിപ്പോയി എന്ന് പറയുന്നു. CPM കോട്ടയം ജില്ലാ കമ്മിറ്റി യോഗത്തിൽ മുഖ്യമന്ത്രിക്കും MV ഗോവിന്ദനും വിമർശനം. മാത്രമല്ല, മന്ത്രിമാരായ വീണ ജോർജ്, MB രാജേഷ്, അതുപോലെ ധനകാര്യ മന്ത്രി KN ബാലഗോപാലിനെതിരെയൊക്കെ വിമർശനമുണ്ട്. ജില്ലാ കമ്മിറ്റികളെല്ലാം വിമർശിക്കുന്നു. അതുപോലെ CPM തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി യോഗത്തിൽ ആര്യ രാജേന്ദ്രനും ഭർത്താവ് സച്ചിൻ ദേവ് MLA-ക്കെതിരെ രൂക്ഷ വിമർശനം. മേയർ ബസ് തടഞ്ഞ സംഭവം നാണക്കേടായി എന്നൊക്കെയാണ് വിലയിരുത്തൽ. പ്രവർത്തന രീതിയിൽ മാറ്റം വേണമെന്നാണ് ആലപ്പുഴ ജില്ലാ കമ്മിറ്റി. ശൈലി പോലും മാറ്റണമെന്നാണ് ആലപ്പുഴ ജില്ലാ കമ്മിറ്റി വിമർശനം ഉയർന്നിരിക്കുന്നത്. നേരത്തെ തെറ്റുതിരുത്തും എന്നൊക്കെ പറഞ്ഞു മുഖ്യമന്ത്രി. അതിനു മുമ്പ് തെരഞ്ഞെടുപ്പ് പരാജയം നേരിട്ട സമയത്ത് 2019 തെരഞ്ഞെടുപ്പിൽ ഇതേപോലെ പരാജയം ഉണ്ടായപ്പോൾ, തിരിച്ചടി ഉണ്ടായപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞത് എൻ്റെ ശൈലിയാണ്, അത് തിരുത്തൊന്നുമില്ല, പക്ഷേ ഇപ്പം മാറ്റം വരുത്തുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിനായിട്ടുള്ള ഒരു ചെറുവിരൽ പോലും അനക്കുന്നത് നമ്മൾ കാണുന്നും ഇല്ല. ഈ ജില്ലാ കമ്മിറ്റികളിലെ വിമർശനങ്ങളെയൊക്കെ മുഖവിലക്ക് CPM സംസ്ഥാന നേതൃത്വം അതുപോലെ മുഖ്യമന്ത്രി എടുക്കും എന്ന് താങ്കൾ കരുതുന്നുണ്ടോ, ശ്രീ ഷാജഹാൻ? എനിക്ക് രണ്ട് കാര്യങ്ങളുണ്ട്. ഞാൻ അനിൽ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് പറഞ്ഞതിന് ശേഷം അനിൽ ഉല്ലാസ് ബാബുവിനോട് ചോദിച്ച ചില ചോദ്യങ്ങളുണ്ട്. അത് സംബന്ധിച്ച് ചില നിരീക്ഷണങ്ങളും ഞാൻ നടത്താൻ ആഗ്രഹിക്കുന്നുണ്ട്. ഒരു കാര്യം വളരെ വ്യക്തമാണ്. അനിൽ പറഞ്ഞതിൽ നിന്ന് ക്ലിയർ ആവുന്നൊരു കാര്യം എന്ന് വെച്ചാൽ, ഓൾറൗണ്ട് ആയിട്ടുള്ള വിമർശനം നടക്കുന്നു ഇപ്പോൾ. അത് CPM-നകത്ത് നടക്കുന്നു, CPM-ന് പുറത്ത് നടക്കുന്നു, CPI-യിൽ നടക്കുന്നു, AIYF-ൽ നടക്കുന്നു, NGO യൂണിയൻ്റെ സമ്മേളനങ്ങളിൽ പോലും നടക്കുന്നു. അപ്പോൾ എവിടെ നോക്കിയാലും പിണറായി വിജയൻ്റെ പ്രവർത്തന ശൈലിയെക്കുറിച്ചിട്ടുള്ള അതിശക്തവും അതിരൂക്ഷവുമായിട്ടുള്ള വിമർശനങ്ങൾ പാർട്ടിക്കകത്തും പാർട്ടിക്ക് പുറത്തും നടക്കുന്നു. അതൊന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ വിമർശനം നടക്കുന്ന സ്ഥലങ്ങളിലൊന്നും പിണറായി വിജയൻ അനുകൂലമായി ഒരാൾ പോലും ഒന്നും പറയുന്നില്ല. അത് വളരെ നിർണായകമാണ്. കാരണം CPM-നകത്ത് ഇതിനു മുമ്പ് ധ്രുവീകരണങ്ങളുള്ള സമയങ്ങളിലൊക്കെ രണ്ട് ഭാഗത്തും ആളുകളുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ രണ്ട് ഭാഗത്ത് ആളുകളിൽ, ഇപ്പോൾ പിണറായി വിജയൻ്റെ ഭാഗത്ത് ആരുമില്ല. മുഴുവൻ ആളുകളും വാളെടുക്കുന്ന മുഴുവൻ വെളിച്ചപ്പാടെന്ന് പറഞ്ഞതുപോലെ പിണറായി വിജയനെതിരാണ് മുഴുവൻ ആളുകളും. ഇപ്പം അനിൽ പറഞ്ഞതുപോലെ ഇപ്പോൾ കണ്ണൂർ എടുത്താലും തിരുവനന്തപുരം എടുത്താലും കോട്ടയം എടുത്താലും CPI എടുത്താലും എല്ലാ വാദഗതികളും പിണറായി വിജയനെതിരെ, പിണറായി വിജയൻ്റെ പ്രവർത്തന ശൈലിക്കെതിരെ. കേന്ദ്ര കമ്മിറ്റിയും ഇന്ന് അത് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്. 2019 നിന്നും വ്യത്യസ്തമായി പിണറായി വിജയൻ്റെ ശൈലി തെറ്റിപ്പോയി എന്നും ഭരണവിരുദ്ധ വികാരമുണ്ടായി എന്നുള്ള ഓൾറൗണ്ട് ആയിട്ടുള്ള വിമർശനങ്ങൾ വന്നു തുടങ്ങിയിരിക്കുന്നു. ഈ വിമർശനങ്ങൾ തെറ്റുതിരുത്തലിലേക്ക് എത്തുമോ ഇല്ലയോ എന്നുള്ളത് പറയാറായിട്ടില്ല. പക്ഷേ തെറ്റുതിരുത്താനുള്ള ഒരു ശ്രമം ഇതിൽ അന്തർലീനമായിട്ടുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ്. ഇന്നിപ്പോൾ സെൻട്രൽ കമ്മിറ്റി കഴിഞ്ഞു, ഞാനത് വായിച്ചു. അവിടെയും ഇതേ സമീപനം തന്നെയാണ്. അതായത് ഭരണവിരുദ്ധ വികാരമുണ്ടായി, അടിസ്ഥാന വോട്ടുകൾ പോയി എന്നുള്ള നിലയിലാണ് അവരും പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, 2-3 അല്ലെങ്കിൽ 1 മാസം മുമ്പ് വരെ ഒരു വിമർശനവും നേരിടാതിരുന്ന പിണറായി വിജയൻ ഇപ്പോൾ 100%, അതായത് വിമർശനം എടുത്തു നോക്കിയാൽ 100% പിണറായി വിജയൻ അനുകൂലം, വിമർശനം 0 എന്നായിരുന്നുവെങ്കിൽ ഇപ്പോൾ വിമർശനം 100-ഉം പിണറായി വിജയൻ വലിയൊരു വട്ട 0-വും എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. അത് സ്വാഭാവികമായും ഒരു തെറ്റുതിരുത്തലിലേക്ക് പോകാതെ അത് അവസാനിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതാണ് അത് സംബന്ധിച്ചിട്ടുള്ള എൻ്റെ അഭിപ്രായം. രണ്ടാമത്തെ എൻ്റെ പ്രധാനപ്പെട്ട ഒരു അഭിപ്രായം, അനിൽ പറഞ്ഞതും ഉല്ലാസ് ബാബു മറുപടി പറഞ്ഞതുമായിട്ടുള്ള കാര്യമാണ്. ഇതിൽ ഉല്ലാസ് ബാബു പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊരു വലിയ അഴിമതിയാണ്, ഇത് അന്വേഷിക്കാൻ സമയമെടുക്കും, തെളിവുകൾ ശേഖരിക്കേണ്ടി വരും, അതിന് സമയമെടുക്കും എന്നൊക്കെയാണ് ഉല്ലാസ് ബാബു പറഞ്ഞത്. പക്ഷേ ആ സമയമെടുക്കലൊന്നും കേരളത്തിൻ്റെ പുറത്ത് മറ്റു പലർക്കെതിരെ BJP സർക്കാർ നീങ്ങിയപ്പോഴൊന്നും കണ്ടില്ല.
തൊട്ടപ്പുറത്ത് പിന്നെ തമിഴ്നാട്ടിൽ സെന്തിൽ ബാലാജി എന്ന് പറഞ്ഞൊരു മന്ത്രിയെ അയാളുടെ മന്ത്രി ആഫീസിൽ കയറി വലിച്ചെഴച്ചു കൊണ്ടുപോയിട്ടാണ് ജയിലിലേക്ക് കൊണ്ടുവന്ന് കയറ്റിയത്. വലിച്ചെഴച്ചു കൊണ്ടുപോയി രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ. ഹേമന്ത് സോറൻ എന്ന് പറയുന്ന ജാർഖണ്ഡിലെ മുഖ്യമന്ത്രി ജനുവരി 31 മുതൽ ജയിലിലായിരുന്നു. കഴിഞ്ഞ ദിവസം ജാർഖണ്ഡ് ഹൈക്കോടതി പിന്നെ അയാൾക്കെതിരെ ഒരു തെളിവില്ല എന്ന് പറഞ്ഞിട്ട് അയാളെ പറഞ്ഞു വിട്ടു. അരവിന്ദ് കെജ്രിവാളിനെതിരെ തെളിവ് നൽകാൻ പറ്റാതെ ED കിടന്ന് ഇങ്ങനെ കയ്യും കാലും ഇട്ട് അടിക്കുകയാണ്. അത് മുതൽ കുറെ വർഷങ്ങൾക്ക് മുമ്പ് പി ചിദംബരത്തിന്റെ വീട്ടിൽ മതിൽ ചാടി CBI-ക്കാർ കടന്നത് ഉൾപ്പെടെ കണ്ടിട്ടുണ്ട് നമ്മൾ. അപ്പൊ തമിഴ്നാട്ടിൽ നമ്മളത് കാണുന്നു. ഈ പറഞ്ഞതുപോലെ വിശദമായിട്ടുള്ള തെളിവ് ശേഖരണവും ഇതൊന്നും തമിഴ്നാട്ടിൽ കാണുന്നില്ല. വിശദമായിട്ടുള്ള തെളിവ് ശേഖരണം ഡൽഹിയിൽ കാണുന്നില്ല. വിശദമായിട്ടുള്ള തെളിവ് ശേഖരണം ജാർഖണ്ഡിൽ കാണുന്നില്ല. വിശദമായിട്ടുള്ള തെളിവ് ശേഖരണം പിന്നെ പി ചിദംബരത്തിന്റെ വീട്ടിലേക്ക് പിന്നെ ചാടിക്കിടക്കുമ്പോൾ കാണുന്നില്ല. പക്ഷെ കേരളത്തിൽ വരുമ്പോൾ വളരെ മെറ്റിക്കുലസായി മാത്രമേ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷിക്കൂ എന്നാണ് ഉല്ലാസ് ബാബുവും BJP നേതാക്കന്മാരും പറയുന്നത്. 21 മുതൽ തുടങ്ങിയതാണ് കരുവന്നൂർ ബാങ്ക് കൊള്ളയുമായിട്ടുള്ള അന്വേഷണം. മുഴുവൻ ജനങ്ങൾക്കും അറിയാം. കൊള്ളയുടെ പരകോടിയാണ് അവിടെ നടന്നത്. മുഴുവൻ ജനങ്ങൾക്കും അറിയാം. 2021 മുതൽ തുടങ്ങിയതാണ്. അനിൽ നമ്പ്യാരെ പറഞ്ഞതുപോലെ 2022 മറ്റോ ആണ് AC മൊയ്തീന്റെ 40 ലക്ഷം രൂപയുടെ സ്വത്ത് കണ്ടുകെട്ടിയത്. അതിൻ്റെ ഒരു അഡ്ജുഡിക്കേഷൻ ബോഡിയുണ്ട്. ആ അഡ്ജുഡിക്കേഷൻ ബോഡിയും ആ കണ്ടുകെട്ടിയത് ശരിയാണെന്ന് പിന്നെ ഓർഡർ ഇറക്കിയതാണ്. ജഡ്ജ്മെന്റ് വന്നതാണ്. ആ ജഡ്ജ്മെന്റ് വന്ന് ഒരു വർഷം കഴിഞ്ഞിട്ടും AC മൊയ്തീൻ പ്രതി പോലും ആകുന്നില്ല. MK കണ്ണനെ നിരന്തരം വിളിച്ച് ചോദ്യം ചെയ്യുന്നു. MM വർഗീസിനെ നിരന്തരം വിളിച്ച് ചോദ്യം ചെയ്യുന്നു. PK ബിജുവിനെ ചോദ്യം ചെയ്യുമെന്ന് പറയുന്നു. ഒരനക്കവുമില്ല. ഇപ്പതാ CPM-നെ പ്രതി ചേർത്തിരിക്കുന്നു. ഗൗരവമുള്ള കാര്യമാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ CPM-നെ പ്രതി ചേർക്കാമായിരുന്നു തെരഞ്ഞെടുപ്പിന് മുമ്പ്. ഇപ്പൊ പുതിയ രേഖയൊന്നും കിട്ടിയിട്ടല്ല CPM-നെ പിന്നെ പ്രതിയാക്കിയിരിക്കുന്നത്. CPM-നെ പ്രതിയാക്കിയതിനകത്ത് ഒരുപാട് പ്രത്യാഘാതങ്ങളുണ്ട്. അതില്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ആ പ്രത്യാഘാതത്തിന്റെ കാരണക്കാരൻ അനിൽ അക്കരെ എന്ന് പറഞ്ഞ കോൺഗ്രസ് നേതാവാണെന്ന് ഉല്ലാസ് ബാബുവിനെ പോലുള്ളവർ മനസ്സിലാക്കിക്കോണം. അനിൽ അക്കരെയാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് CPM-ന്റെ അംഗീകാരം റദ്ദാക്കണമെന്ന് പറഞ്ഞിട്ട് പരാതി കൊടുത്തത്. ആ പരാതി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൊടുത്തു. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്താൻ ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിച്ചു. ക്രൈംബ്രാഞ്ച് അനിൽ അക്കരെ വിളിച്ച് കഴിഞ്ഞ ദിവസം മൊഴിയെടുത്തിട്ടുണ്ട്. അത് അനിൽ അക്കരയുടെ ഇനിഷ്യേറ്റീവ് കൊണ്ടാണ്. BJP ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് കരുവന്നൂർ കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ഇനിഷ്യേറ്റീവ് എന്തുകൊണ്ട് ഇലക്ഷന് മുമ്പ് നടത്തിയില്ല? പുതിയ ഒരു തെളിവും കിട്ടിയിട്ടില്ല. നേരത്തെ ഉള്ള തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് CPM-നെ ഇപ്പം കക്ഷി ചേർത്തിരിക്കുന്നത്. അപ്പൊ തെരഞ്ഞെടുപ്പിന് മുമ്പ് നടത്താതിരുന്ന എന്തുകൊണ്ടാണ്? തെരഞ്ഞെടുപ്പിന്റെ മുമ്പ് ഇത് CPM-മായി ഡീല് നടത്താനുള്ള ഒരു ഉപകരണമായിരുന്നു. ഇതാ ഞങ്ങളുടെ ഇതുണ്ട്, അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു സീറ്റ് വേണം എന്നുള്ള നിലയിൽ ഡീല് നടത്തുക എന്നുള്ളതായിരുന്നു പ്രധാനം. ഇപ്പൊ എന്താ സംഭവിച്ചത്? ഇനിയിപ്പോ ഡീലിന്റെ ഒന്നും ആവശ്യമില്ല. സീറ്റ് കിട്ടാനുള്ളത് കിട്ടിക്കഴിഞ്ഞു. CPM-ന്റെ വോട്ട് ബാങ്കിലേക്ക് പിന്നെ BJP കടന്നു കയറി കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഇനിയിപ്പോൾ ഈ ഡീലിന്റെ ഒന്നും ആവശ്യമില്ല എന്നുള്ളത് കൊണ്ടാണ് ഗൗരവത്തിലേക്ക് പോയിരിക്കുന്നത്. അതുകൊണ്ട് കേരളത്തിൽ വരുമ്പോൾ മെറ്റിക്കുലസും സുതാര്യവുമായിട്ടുള്ള അന്വേഷണം. തമിഴ്നാട്ടിൽ ചെന്ന് മന്ത്രിയെ വലിച്ചഴിച്ചുകൊണ്ട് പോകുമ്പോഴും ജാർഖണ്ഡ് മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കുമ്പോഴും ഒന്നും ഈ തരത്തിലുള്ള മെറ്റിക്കുലസ് അന്വേഷണങ്ങൾ കാണുന്നില്ല. അപ്പൊ ഇലക്ഷന് മുമ്പ് പിണറായിയെ താങ്ങിയാലും വേണ്ടില്ല കോൺഗ്രസ് മുക്ത കേരളം എന്ന് വിചാരിച്ചുകൊണ്ടിരുന്നു. അത് പൊളിഞ്ഞു. ഇപ്പൊ കോൺഗ്രസ് അവിടെ തന്നെ ഉണ്ടെന്ന് മനസ്സിലായി. CPM-നെ പൊളിക്കാനാണ് ശ്രമമെന്ന് മനസ്സിലായി. അപ്പം ഇതുമായി ബന്ധപ്പെട്ട് ഇറങ്ങി. എനിക്കൊരു കാര്യമേ പറയാനുള്ളൂ. കരുവന്നൂർ ബാങ്ക് കൊള്ള എന്ന് പറയുന്നത് ഏറ്റവും വലിയ കൊള്ളയാണെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് ഇനിയെങ്കിലും ഈ ഒത്തുകളിക്ക് പോകാതെ, പിണറായി വിജയനെ തഴുകാൻ പോകാതെ ശരിയുടെ കൂടെ നിന്നാൽ അത് നടപടിയെടുക്കുന്നവർക്ക് ഗുണമായിരിക്കും എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. CPM-നെ സംബന്ധിച്ചിടത്തോളം അനിലെ ഞാൻ ഒരു 2-3 വാചകം പറഞ്ഞ് ഞാൻ അവസാനിപ്പിച്ചോളാം. CPM-നെ സംബന്ധിച്ചിടത്തോളം CPM-ന് ഇനി പിടിച്ചിരിക്കൽ വലിയ ബുദ്ധിമുട്ടാണ്. അത് കണ്ണൂരുണ്ടാകുന്ന സംഭവങ്ങളിൽ നിന്ന് അതാണ് കാണുന്നത്. എല്ലാ ജില്ലയിലും ഉണ്ടാകുന്ന സംഭവങ്ങളിൽ നിന്ന് അതാണ് കാണുന്നത്. കരുവന്നൂരിൽ നിന്നും അതാണ് കാണുന്നത്. അതുകൊണ്ട് CPM പിണറായിക്ക് മുമ്പ് പോകുമോ അതോ പിണറായിക്ക് ശേഷം CPM പോകുമോ എന്നുള്ളത് മാത്രമേ എന്നെ സംബന്ധിച്ച് സംശയമുള്ളൂ.
ഇപ്പൊ അനിലക്കര കൊടുത്തിരിക്കുന്ന CPM-ന്റെ അംഗീകാരം റദ്ദാക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അനിലക്കര കൊടുത്തിരിക്കുന്ന പരാതി വളരെ ഗൗരവമുള്ളതാണ്. PMLA ആക്ട് പ്രകാരം പാർട്ടിയെ പ്രതി ചേർക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. പാർട്ടി അവരുടെ അനിൽ പറഞ്ഞതുപോലെ ആ ലോക്കൽ കമ്മിറ്റി ഓഫീസ് പണിയാൻ വേണ്ടിയിട്ട് മണി ലോണ്ടറിങ് കള്ളപ്പണം ഉപയോഗിച്ചിരിക്കുന്നു എന്നുള്ളതിൻ്റെ അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത അസന്നിഗ്ധമായിട്ടുള്ള തെളിവുകൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ മുന്നിലുണ്ട്. അവരുടെ കയ്യിൽ രേഖകളുണ്ട്, തെളിവുകളുണ്ട്. ഇനിയെങ്കിലും പിണറായിയെ തഴുകാതെ സത്യം സത്യമാണെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ അവർ നടത്തിയാൽ അത് നല്ലത് എന്ന് മാത്രമേ എനിക്ക് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളൂ.